നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആരോഗ്യ രംഗത്ത് നമ്പർ 1 ആയ നമ്മുടെ കേരളത്തെ നടുക്കുന്ന വാർത്തയാണ് കോഴിക്കോട് ഫറോക്കിൽ നിന്ന് പുറത്തു വന്നത്. വ്യാജ ഡോക്ടർ ചികിത്സിച്ച രോഗി മരിച്ച സംഭവമാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിച്ചിരിപ്പിക്കുന്നത്. ഫറോക്ക് കോട്ടക്കടവ് പൂച്ചേരിക്കുന്ന് സ്വദേശി വിനോദ് കുമാറാണ് വ്യാജ ഡോക്ടറുടെ ചികിത്സാ പിഴവ് മൂലം മരിച്ചത്. വ്യാജ ഡോക്ടർ അബു എബ്രഹാം ലുക്കിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഴ്ച സംഭവിച്ചു എന്ന് TMH ആശുപത്രി അധികൃതരും തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ സംവിധാനത്തിൽ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ ഉണ്ടാകുന്നത്? ഇന്ന് ന്യൂസ് ഈവനിംഗ് ഈ വിഷയം പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ വൈകുന്നേരം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു മരിച്ച പൂച്ചേരിക്കുന്ന് സ്വദേശി വിനോദ് കുമാറിന്റെ മകൻ ഡോക്ടർ അശ്വിൻ പി വിനോദ്, IMAയുടെ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ശശിധരൻ, തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡോക്ടർ V രാമൻകുട്ടി എന്നിവർ. ഡോക്ടർ ശശിധരൻ, ഡോക്ടർ ഇതിപ്പോൾ ഈ കോട്ടക്കടവ് TMH ആശുപത്രിയിലെ RMO ആയി പത്തനംതിട്ട തിരുവല്ല സ്വദേശി അബു എബ്രഹാം എന്ന ലൂക്ക് എന്ന 36 വയസ്സുകാരൻ കഴിഞ്ഞ 5 വർഷമായി ആ സ്ഥാപനത്തിൻ്റെ ഭാഗമാണ്. ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. ഈ MBBS പഠനം പൂർത്തിയാക്കിയ ശേഷം അത് കൃത്യമായിട്ടൊരു ഔദ്യോഗിക രേഖ അയാളുടെ കയ്യിൽ ഉണ്ടാകണം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമാണല്ലോ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുക. 5 വർഷം ഈ ബിരുദം പൂർത്തിയാക്കാതെ ഒരു വ്യാജ ഡോക്ടറായി ഈ സ്ഥാപനത്തിനൊപ്പം നിൽക്കാൻ എങ്ങനെ കഴിഞ്ഞു? അത് മനസ്സിലാക്കാനും തിരുത്താനുമുള്ള ഒരു സംവിധാനം നമ്മുടെ ഈ ഹോൾ സിസ്റ്റത്തിൻ്റെ ഭാഗമായി ഇല്ലേ? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടാവുക? സത്യം പറഞ്ഞാൽ കേരള സമൂഹത്തെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഈ കോട്ടക്കടവ് ആശുപത്രിയിൽ നടന്ന ഈ ഒരു മരണം. നമ്മൾ അറിയേണ്ടത് മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്ര രംഗത്ത് പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ രോഗികളെ പരിശോധിക്കുക, ചികിത്സിക്കുക എന്നതിന് അടിസ്ഥാന ബിരുദം MBBS ആണ്. MBBS പാസ്സായി കഴിഞ്ഞാൽ സംസ്ഥാന മെഡിക്കൽ കൗൺസിൽ അതല്ലെങ്കിൽ ദേശീയ മെഡിക്കൽ കൗൺസിൽ രജിസ്റ്റർ ചെയ്ത് കിട്ടുന്ന ഒരു രജിസ്ട്രേഷൻ നമ്പർ വെച്ചാണ് ഞങ്ങൾ ഡോക്ടർമാർ അവരുടെ ഡിഗ്രിയുടെ കൂടെ ആ നമ്പർ വെച്ചാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ രോഗി ചികിത്സ അല്ലെങ്കിൽ പരിശോധന നടത്തേണ്ടത്. അത് നിലവിലുള്ള ഒരു നിയമം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ക്ലോസ് അല്ലെങ്കിൽ ഒരു നിബന്ധന തന്നെയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ പലപ്പോഴും പല സ്ഥാപനങ്ങളിലും ജോലി ചെയ്യാൻ വരുന്ന ഡോക്ടർമാരുടെ യോഗ്യത, അടിസ്ഥാന യോഗ്യത, അവരുടെ രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ അവർ വച്ചിരിക്കുന്ന ഡിഗ്രികളുടെ അതിൻ്റെ വിശ്വാസ്യത അല്ലെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ വ്യാജമാണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം വ്യാപകമായി നിലവിലുള്ള എന്നതാണ് ഒരു ദുഃഖസത്യം. സത്യം പറഞ്ഞാൽ സർക്കാരും മറ്റ് മെഡിക്കൽ കൗൺസിലും ഒത്തൊരുമിച്ച് അതുപോലെ ആരോഗ്യരംഗത്തെ മറ്റ് സംഘടനകളുമായിട്ട് സഹകരിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഏതൊരു സ്ഥാപനത്തിലും ജോലി ചെയ്യാൻ എത്തുന്ന ഒരു ഡോക്ടർ എന്ന് അവകാശപ്പെടുന്ന ഒരാൾ, അയാൾക്കുണ്ടാവേണ്ട അടിസ്ഥാന യോഗ്യതയ്ക്ക് തക്കതായ അതിന് സപ്പോർട്ട് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ ഉണ്ടോ, അദ്ദേഹത്തിന് ഈ പ്രാക്ടീസ് നടത്താനുള്ള സംസ്ഥാന മെഡിക്കൽ കൗൺസിൽ അല്ലെങ്കിൽ മറ്റ് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ അത്ര യോഗ്യതകളുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് അതാത് സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ അതാത് മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ അധികാരികളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് ചെയ്യാത്തിടത്തോളം കാലം ഇത്തരം ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഇനിയും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള സംവിധാനം എങ്ങനെ നിലവിൽ വരാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം സത്യം പറഞ്ഞാൽ ഈ മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ നൽകുന്നത് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലാണ്, അതായത് സംസ്ഥാന മെഡിക്കൽ കൗൺസിലാണ്. ആ മെഡിക്കൽ കൗൺസിൽ നൽകുന്ന നമ്പർ എവിടെ ഡിസ്പ്ലേ ചെയ്താലും ആർക്കും ആ നമ്പർ എടുത്ത് അത് ശരിയാണോ അല്ലെങ്കിൽ വ്യാജമാണോ സത്യമാണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം. അല്ല ഡോക്ടർ ശശിധരൻ, അതിനുള്ളൊരു സംവിധാനം സർക്കാർ തലത്തിൽ തന്നെ നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നു. സംസ്ഥാന മെഡിക്കൽ കൗൺസിലിനോട് ഈ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകണം. അതായത് പൊതുസമൂഹത്തിൽ പൊതുജനങ്ങൾക്ക് കൂടി ഇവർ ഒരു അക്രഡിറ്റഡ് പ്രാക്ടീഷണേഴ്സ് ആണോ, മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആണോ എന്ന് തിരിച്ചറിയാൻ അവർക്ക് മെഡിക്കൽ കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ ഇവരെക്കുറിച്ചിട്ടുള്ള മുഴുവൻ പേര് വിവരങ്ങളും പ്രസിദ്ധീകരിക്കണം എന്ന നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുണ്ട്. പക്ഷെ അത്
പ്രാവർത്തികമായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണ്. എന്താ വെച്ചാൽ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഇതേവരെ അത് പൂർണ്ണമായ രീതിയിൽ അത്തരം ഒരു പൂർണ്ണമായ ലിസ്റ്റ് അല്ലെങ്കിൽ തെറ്റുകൾ തിരുത്തിയ ഇപ്പം നിലവിൽ മെഡിക്കൽ കൗൺസിൽ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ലഭിക്കാവുന്ന ലിസ്റ്റിൽ തികച്ചും അപൂർണമാണ്. അതിലൊരുപാട് പോരായ്മകളുണ്ട്. ആ പോരായ്മകളൊക്കെ തിരുത്തി കൃത്യമായും അല്ലെങ്കിൽ ഇന്നേ വരെയുള്ള എല്ലാ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിൻ്റെ പേരും അഡ്രസ്സും കോൺടാക്റ്റ് ഡീറ്റെയിൽസും അതുകൂടാതെ അവർക്ക് അസൈൻ ചെയ്തിരിക്കുന്ന മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ നമ്പറും നൽകേണ്ട ബാധ്യത സംസ്ഥാന മെഡിക്കൽ കൗൺസിലിനും മറ്റ് മെഡിക്കൽ കൗൺസിലുകൾക്കും സംസ്ഥാന സർക്കാരിനുമുണ്ട്. അത് പൂർണ്ണമായും നിറവേറ്റപ്പെട്ടിട്ടില്ല എന്നുള്ള വാസ്തവമാണ്. അതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഏത് സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്തൊരു ഡോക്ടർ പ്രാക്ടീസ് ചെയ്യുമ്പോഴും മെഡിക്കൽ കൗൺസിൽ ഗൈഡ് ലൈൻസ്, അതായത് എത്തിക്കൽ പ്രാക്ടീസിനെ സംബന്ധിച്ച് ദേശീയ മെഡിക്കൽ കൗൺസിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഗൈഡ് ലൈൻസിൽ പറയുന്നത് ഏതൊരു ഡോക്ടറും പ്രാക്ടീസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലിനിക്ക് അല്ലെങ്കിൽ ക്ലിനിക്കിലുള്ള ബോർഡിൽ, അതല്ലെങ്കിൽ ഹോസ്പിറ്റൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവിടെയുള്ള ബോർഡിൽ, അതുകൂടാതെ അദ്ദേഹം പരിശോധന നടത്തി ചികിത്സ നിർദ്ദേശിക്കാൻ ഉപയോഗിക്കുന്ന പ്രിസ്ക്രിപ്ഷൻ പാഡിൽ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സീലിൽ, അതുകൂടാതെ അദ്ദേഹം എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ അതിൻ്റെ കൂടെ നൽകുന്ന വിവരങ്ങളിൽ ഇതിലൊക്കെ നിർബന്ധമായി ഉണ്ടാകേണ്ട ഒരു സംഗതിയാണ് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ നമ്പർ. ആ മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ നമ്പർ വന്നു കഴിഞ്ഞാൽ അതെടുത്തിട്ട് അത് സത്യമാണോ വ്യാജമാണോ എന്ന് പരിശോധിക്കാൻ ഏതൊരു പൗരനും സാധിക്കാവുന്നൊരു സിസ്റ്റം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നിലവിൽ വരണം. ഇന്ന് എനിക്ക് തോന്നുന്നു RTI നിയമപ്രകാരം അപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സാങ്കത്യം മനസ്സിലാക്കാനുള്ള സംവിധാനം നിലവിലുണ്ട്. പല സ്ഥലത്തും അത് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അവിടെ നടക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മിക്ക സ്ഥലത്തും ഇപ്പോൾ ആശുപത്രികളിൽ തന്നെ വലിയ പ്രിസ്ക്രിപ്ഷൻ പാഡുകൾ കാണും, ഒരുപാട് ഡോക്ടർമാരുടെ പേരുകൾ കാണും, അവരുടെ ക്വാളിഫിക്കേഷൻ കാണും. പക്ഷേ പല സ്ഥലത്തും കാണാതിരിക്കുന്നത് അവരുടെ മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ നമ്പറാണ്. അതാണ് ഒരു ഡോക്ടറുടെ പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള യോഗ്യത നിശ്ചയിക്കുന്ന സംവിധാനം. അത് ശരിയായ രീതിയിൽ വ്യക്തമായും പ്രദർശിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഞങ്ങൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പല അവസരങ്ങളിലും പല യോഗങ്ങളിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ശരി സർ, ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ വി രാമൻകുട്ടി, അതായത് ഇത് കോട്ടക്കടവ് TMH ആശുപത്രി മാനേജ്മെന്റിന്റെ ഒരു വീഴ്ചയാണോ ഈ സംഭവിച്ചിരിക്കുന്നത്? അതല്ലായിരുന്നുവെങ്കിൽ പൂച്ചേരിക്കുന്ന് പാച്ചാട്ട് വിനോദ് കുമാറിന് ജീവൻ നഷ്ടമാകുമായിരുന്നില്ലല്ലോ. മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ട് 2021 അനുസരിച്ച് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യാത്തവർ ഡോക്ടർമാരായി പ്രാക്ടീസ് ചെയ്യുന്നത് കുറ്റകരമാണ്. അങ്ങനെയാണെങ്കിൽ മതിയായ രേഖകളില്ലാത്ത ഇയാൾ ഈ RMO ആയി പ്രവർത്തിക്കാൻ ഇടവന്നതിന് കുറ്റക്കാർ കോട്ടക്കടവ് TMH ആശുപത്രി അധികൃതരല്ലേ? തീർച്ചയായിട്ടും ഇതിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ആശുപത്രി നടത്തുന്ന ആളുകൾക്ക് തന്നെയാണ്. കാരണം അവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്ക് യഥാവിധിയുള്ള ക്വാളിഫിക്കേഷനും രജിസ്ട്രേഷനും ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് അവരുടെ ചുമതലയാണ്. ഇപ്പോൾ ഡോക്ടറെ കള്ളത്തരം കാണിച്ചു എന്ന് പറയുകയാണെങ്കിൽ പോലും അതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കില്ല. അതവർ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇത്രയും കാലം അവിടെ അദ്ദേഹം വർക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാലമായിട്ടത് ഒരിക്കൽ പോലും പരിശോധിക്കാൻ തുനിഞ്ഞിട്ടില്ല എന്ന് വേണം ഊഹിക്കാൻ. അപ്പോൾ ഡോക്ടർ ശശിധരൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഇത് ഞാൻ TV നിന്ന് കേട്ട വിവരമേ എനിക്കുള്ളൂ. പക്ഷേ ഞെട്ടിപ്പിക്കുന്ന ഈ കാലത്ത് കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്നുള്ളത് തികച്ചും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. രജിസ്ട്രേഷനും ക്വാളിഫിക്കേഷനും ഒന്നും ഇല്ലാത്ത ഒരാൾ ചികിത്സിക്കുക എന്ന് പറയുന്നത് അവരുടെ ഉത്തരവാദിത്വം തന്നെയാണ്, ഹോസ്പിറ്റലിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. നമ്മളോടൊപ്പം മരിച്ച പൂച്ചേരിക്കുന്ന് സ്വദേശി വിനോദ് കുമാറിൻ്റെ മകൻ ഡോക്ടർ അശ്വിൻ P. വിനോദ് നമ്മളോടൊപ്പം ചേരുന്നത്. അശ്വിൻ, ഇത് തീർത്തും ഒരു മകൻ എന്ന നിലയിൽ തീർത്തും വേദനാജനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് താങ്കൾ കടന്നു പോയതെന്നറിയാം. ഞാനിപ്പോൾ കുറച്ച് മുൻപ് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുകയായിരുന്നു. മന്ത്രി അതിനകത്ത് കുറിച്ചിട്ടുണ്ട്, താങ്കളുമായി സംസാരിച്ചിരുന്നു, ഈ കാര്യത്തിൽ വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ, ഉചിതമായ രീതിയിൽ, മാതൃകാപരമായ രീതിയിൽ സർക്കാർ ഇടപെടാമെന്നൊരു ഉറപ്പ് താങ്കൾക്ക് നൽകിയിട്ടുണ്ട് എന്ന്. ഡോക്ടർ അശ്വിൻ, ഏത് സന്ദർഭത്തിലാണ് ഈ അബു എബ്രഹാം ലൂക്ക് ഒരു വ്യാജ ഡോക്ടറാണ് എന്ന് താങ്കൾ തിരിച്ചറിഞ്ഞത്? താങ്കൾ അത് ചോദ്യം ചെയ്തോ? എന്തായിരുന്നു അന്ന് അവിടെ സംഭവിച്ചത്? നമസ്കാരം. ഞാൻ 23 സെപ്റ്റംബറിന് അച്ഛന് ഇതുപോലെ പ്രശ്നം സംഭവിക്കുന്ന സമയത്ത് ഞാൻ ചണ്ഡീഗഡാണ്. ഞാൻ അവിടെ DM ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. ലിവർ ഡിസീസസിൽ DM ചെയ്യാണ്. അപ്പോൾ പെട്ടെന്നായിരുന്നു രാവിലെ അമ്മയുടെ ഫോൺ വന്നത്.
4:30 അച്ഛന് തീരെ വയ്യ മോനെ, ഇവിടെ TMH ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അവര് സ്ട്രക്ചറിലാണ് വെച്ചേക്കണത്, പക്ഷെ ചെയ്യണില്ല, ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടാമതും വിളിച്ചപ്പോഴാണ് ഈ ഡോക്ടർ അബു എബ്രഹാം ലൂക്കുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അച്ഛൻ ഇത്തിരി ലേറ്റ് ആയിട്ടാണ് വന്നത്, അധികം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ലേറ്റ് ആയിട്ടാണ് വന്നത്, അച്ഛൻ മരിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞു. സംസ്കാരമൊക്കെ പിറ്റേ ദിവസം നടന്നു. ഞങ്ങൾ അന്ന് രാത്രിയോടുകൂടി ഇവിടെ എത്തി. പിറ്റേ ദിവസമായിരുന്നു സംസ്കാരമൊക്കെ. അത് കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ വേറൊരു മെഡിക്കൽ എമർജൻസി വന്നപ്പോഴാണ് അതേ ആശുപത്രി തന്നെ ഈ മെഡിക്കൽ എമർജൻസി വന്നാണ് ഷുഗർ കുറഞ്ഞു പോയ ആളെയും കൊണ്ട് ഞങ്ങൾ അവിടേക്ക് ചെന്നത്. അപ്പൊ അവിടെ വെച്ചിട്ട് എന്റെ വൈഫും കൂടെ ഉണ്ടായിരുന്നു. അവള് KMCT മെഡിക്കൽ കോളേജിൽ നിന്നാണ് MBBS പഠിച്ചത്. അപ്പൊ അതേ KMCT മെഡിക്കൽ കോളേജിൽ 2011 തൊട്ടിട്ട് ജോയിൻ ചെയ്തതാണ് ഈ അബു എബ്രഹാം ലൂക്ക്. കഴിഞ്ഞ 13 കൊല്ലമായിട്ടും അദ്ദേഹം ഇതുവരെ അദ്ദേഹത്തിന്റെ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്ന് അവളാണ് ആ സമയത്ത് പറഞ്ഞത്. പിന്നെ അതേ കോളേജിൽ പഠിച്ച ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരെയും വേറെ ജൂനിയേഴ്സിനെ എല്ലാവരെയും വിളിച്ച് കൺഫേം ചെയ്തു, ഇതുവരെ അദ്ദേഹം പാസ്സാവാൻ കഴിഞ്ഞില്ല എന്ന് അറിയാൻ കഴിഞ്ഞു. ഇതറിഞ്ഞ അപ്പൊ തന്നെ ഞങ്ങൾ അവിടെ TMH മാനേജ്മെന്റിലെ മിസ്റ്റർ മനോജുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോ അദ്ദേഹം അത് അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. ഞങ്ങൾക്ക് ഇത് അന്വേഷിച്ചിട്ട് ഡോക്ടറെ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരമായിട്ട്, ഇത് ഉച്ചയ്ക്കാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്, 27-ന് ഉച്ചയ്ക്കാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. വൈകുന്നേരമായിട്ടും അവര് തിരിച്ചു വിളിക്കാതെ വന്നപ്പോഴാണ് ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തത്. അതായത് ഇപ്പോൾ ഡോക്ടർ അശ്വിൻ, താങ്കൾ പറയുന്നത് ഇതൊരു വ്യാജ ഡോക്ടറാണോ എന്ന ഒരു സംശയം പ്രകടിപ്പിക്കുകയും നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച ശേഷം ഈ വിവരങ്ങൾ ആശുപത്രി അധികൃതരെ അറിയിച്ച ശേഷവും അവർ ഈ കാര്യത്തിൽ ഒരു പ്രോആക്റ്റീവായി അതിനോട് റെസ്പോണ്ട് ചെയ്തില്ല. അതായത് നിങ്ങളെ വിശ്വാസത്തിലെടുക്കാനോ അതിന് ഉടൻ തന്നെ ഒരു തുടർ നടപടിക്കോ അവർ തയ്യാറായില്ല. അതായത് ഈ അബു എബ്രഹാം ലൂക്കിനെ സംരക്ഷിക്കുന്ന തരത്തിൽ ഒരു നിലപാട് അവർ സ്വീകരിച്ചു എന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? അതെ സർ. ഈ ആശുപത്രി അധികൃതർ നൽകിയിരിക്കുന്ന ഒരു വിശദീകരണം ഇങ്ങനെ ഈ അയാളുടെ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച കാര്യങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടായ ഉടൻ തന്നെ നടപടിയെടുത്തു എന്നതാണല്ലോ. അത് ശരിയല്ല അല്ലേ? അല്ല, അത് അന്ന് ഞങ്ങൾ ഈ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു. അപ്പൊ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ വക ഒരു അന്വേഷണം ഉണ്ടായി. ശരി. അപ്പൊ അവർ ആശുപത്രിയിൽ എത്തിയതിനു ശേഷമാണ് പിന്നെ ഞങ്ങളെ വിളിക്കുന്നത്. പിറ്റേ ദിവസം, അതായത് 28 സെപ്റ്റംബർ ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നെ ഞങ്ങൾ വിളിച്ച് തെറ്റുപറ്റിപ്പോയി സാർ, ഇത് മുന്നോട്ട് കൊണ്ടുപോകരുത്, കുറെ ആൾക്കാരുടെ ജീവന്റെ കാര്യമാണ്, ഞങ്ങൾക്ക് പിന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല, ആശുപത്രി അടയ്ക്കേണ്ടി വരും, ഇതുമായിട്ട് മുന്നോട്ട് പോകരുതെന്ന് പറഞ്ഞു. ശരി. ഇവരുടെ അടുത്ത് ഡോക്ടർ അബു പി സേവിയർ എന്ന് പറഞ്ഞ ആരുടെ കാർഡ് കൊടുത്തിട്ടാണ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണ് അവിടെ ജോയിൻ ചെയ്തത് എന്നും ഇദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ അബു പി സേവിയറും അബു എബ്രഹാം ലൂക്കും തമ്മിൽ ഇത്രയും വ്യത്യാസം ഉണ്ടായിട്ട് അതെന്താ നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കാഞ്ഞത്? അത് ചെക്ക് ചെയ്യേണ്ട ചുമതല നിങ്ങളുടെ അല്ലേ, അല്ലാതെ ഈ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് ഒരു രോഗിയെ കൊണ്ട് ചെല്ലുന്ന അവരുടെ റിലേറ്റീവ്സിന്റെ കടമയല്ലല്ലോ ഒരു ഡോക്ടറുടെ യോഗ്യത ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഉത്തരയില്ല അവർക്ക്. നമ്മൾ വീണ്ടും ന്യൂസ് ഈവനിംഗ് ചർച്ചയിലേക്ക് വരുന്നു. കോട്ടക്കടവ് TMH ആശുപത്രിയിൽ RMO ആയി പ്രവർത്തിച്ച പത്തനംതിട്ട തിരുവല്ല സ്വദേശി അബു എബ്രഹാം ലൂക്ക് എന്ന വ്യാജ ഡോക്ടറുടെ ചികിത്സാ പിഴവിനെ തുടർന്നാണ് പൂച്ചേരിക്കുന്ന് പച്ചാട്ട് വിനോദ് കുമാറിന് മരണം സംഭവിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ അശ്വിൻ P വിനോദ് നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. IMAയുടെ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ശശിധരൻ ഈ ചർച്ചയിലുണ്ട്. തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡോക്ടർ V രാമൻകുട്ടിയും നമ്മളോടൊപ്പം തുടരുന്നു ഈ ചർച്ചയിൽ. ഡോക്ടർ അശ്വിൻ, ഇത് കേരളത്തിൽ ഇതുപോലെയുള്ള വ്യാജ ഡോക്ടർമാരുടെ സേവനം അല്ലെങ്കിൽ അവരുടെ ഒരു ഇടപെടൽ മറ്റിടങ്ങളിലുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? കാരണം 2019 ഇതുപോലെ കൊല്ലത്ത് ഒരു വ്യാജ ഗൈനക്കോളജി സർട്ടിഫിക്കറ്റുമായ ഒരു ഡോക്ടർ ചികിത്സിക്കുകയും അങ്ങനെ അവിടെ ഒരു യുവതി മരിക്കുകയും ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ, എങ്ങനെയാണ് നമുക്ക് ജാഗ്രതയോടുകൂടി ഇടപെടാൻ കഴിയുക? ഞാൻ മനസ്സിലാക്കുന്നത് ആരോഗ്യമന്ത്രി താങ്കളുമായി കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു എന്നാണ്. ഇന്നലെ വീണ മാമുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ മാം ഖേദം പ്രകടിപ്പിച്ചു, അച്ഛന്റെ ഈ ഒരു മരണത്തിന് കാരണമായിട്ടുള്ള ആശുപത്രിക്കെതിരെയും ആ ഒരു വ്യാജ ഡോക്ടർക്കെതിരെയും നടപടി എടുക്കുമെന്ന് മാം ഉറപ്പ് നൽകി. ഇതുപോലത്തെ ഈ ഒരു GPA പ്രാക്ടീസ് MBBS സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ സ്റ്റുഡൻസിന്റെ വക ഉള്ള ഈ ജനറൽ പ്രാക്ടീസ് വളരെ റാമ്പന്റ് ആണ് കേരളത്തിലുടനീളം. മെയിനായിട്ട് ഈ കോഴിക്കോട്, മലപ്പുറം ഭാഗത്താണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പല ഡോക്ടർമാരുടെയും കോള് വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്
വളരെ കുറച്ച് പൈസയ്ക്ക് അവർ ഈ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്യാൻ തയ്യാറാവുന്ന കാരണം ശരിക്കും MBBS ബിരുദമുള്ള ഡോക്ടർമാർക്ക് ഡ്യൂട്ടിക്ക് ആരും വിളിക്കാറില്ല. ഈ പ്രൈവറ്റ് ആശുപത്രികൾ അവരെ വിളിക്കാറില്ല. പകരം ഈ MBBS സ്റ്റുഡൻസിനെ വിളിച്ചിട്ടാണ് ഈ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കാഷ്വാലിറ്റിയിൽ ചെയ്യിപ്പിക്കുന്നത് എന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ അശ്വിൻ, ഈ ഇപ്പോൾ അച്ഛന് നെഞ്ചുവേദന വരുന്നു, പെട്ടെന്ന് വയ്യാതാകുന്നു, ഉടനെ ശക്തമായ ചുമയും ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ, ആശുപത്രിയിൽ ചെന്നപ്പോൾ ആദ്യം ആ ഡോക്ടർ എന്താണ് ചെയ്തത്? ഡോക്ടർ മാത്രമായിരുന്നു ആ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്? സർ, ആ സമയത്ത് അമ്മയും അനിയനുമാണ് അച്ഛനെ കൊണ്ടുപോയത്. ഞാൻ ആ സമയത്തുള്ള ഈ അബുദൂക്കുമായിട്ട് ഫോണിലാണ് സംസാരിച്ചത്. അപ്പൊ ഇവിടെ കൊണ്ടുപോയ സമയത്ത് അച്ഛനെ അവിടെ സ്ട്രെച്ചറിൽ കിടത്തിയിട്ട് അവർ ബ്ലഡ് ടെസ്റ്റും ECG ചെയ്യണം എന്ന് പറഞ്ഞ മറ്റേ ജെല്ല്, ECG ജെല്ലൊക്കെ തേച്ച് വെച്ചേക്കായിരുന്നു. പക്ഷെ ECG അപ്പോഴും കുറെ നേരമായിട്ടൊന്നും നടന്നിട്ടില്ല. കുറെ കഴിഞ്ഞിട്ട് അമ്മ വിളിച്ചു പറഞ്ഞു, മോനെ അച്ഛനൊന്നും ഇവർ ചെയ്യാനില്ല, മരുന്നൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ വിളിച്ചു പറഞ്ഞു അലാറം ഒക്കെ അടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞങ്ങളെല്ലാവരും പിടിച്ച് പുറത്താക്കിയെന്ന് പറഞ്ഞു. പിന്നെ എന്താ അവർ ചെയ്തത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡോക്ടർ അശ്വിൻ, നമ്മളോടൊപ്പം ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് ഉണ്ട് ടെലിഫോൺ ലൈനിൽ. മിനിസ്റ്റർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ഗോപി. മിനിസ്റ്റർ, ഇപ്പോൾ താങ്കൾ കഴിഞ്ഞ ദിവസം ഡോക്ടർ അശ്വിനുമായി സംസാരിച്ചു. ഈ കാര്യം ഡോക്ടർ അശ്വിൻ പറയുകയായിരുന്നു. മിനിസ്റ്റർ, ഈ കാര്യത്തിൽ സർക്കാരിന് ഏത് തരത്തിലാണ് സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടാൻ പോകുന്നത്? ഇത് ഈ കോട്ടക്കടവിലെ TMH ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു ഗുരുതരമായ വീഴ്ചയല്ലേ? ഞാൻ ഡോക്ടർ അശ്വിനുമായിട്ട് സംസാരിച്ചിരുന്നു ഇന്നലെ. അച്ഛനെ നഷ്ടപ്പെടുന്ന വേദന വളരെ ആഴമുള്ള വേദനയാണ്. അത് ഡോക്ടറും ഡോക്ടറുടെ വൈഫും ഒക്കെ എയിംസിലാണ് ഡോക്ടർ അശ്വിൻ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് വളരെ വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം സംസ്ഥാനത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ, രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് അംഗീകൃത യോഗ്യതയുള്ളവർക്ക്, രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ, രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന് മാത്രമേ സംസ്ഥാനത്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. 2021 മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ട് പ്രകാരം അംഗീകൃത യോഗ്യതയുള്ളവർക്ക് രജിസ്റ്റർ ചെയ്ത് മാത്രം പ്രാക്ടീസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൂടാതെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്, സംസ്ഥാന നിയമസഭ കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പാസ്സാക്കിയ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ പരാമർശിച്ചിട്ടുമുണ്ട്. അതായത് നിശ്ചിത യോഗ്യതകൾ വേണം, രജിസ്റ്റേർഡ് ആയിരിക്കണം. ഇനി അവിടെ നിയോഗിക്കപ്പെടുന്ന ഏത് ആരോഗ്യ സ്ഥാപനത്തിൽ, ഏത് ആശുപത്രിയിലും നിയോഗിക്കപ്പെടുന്ന വ്യക്തികൾ, ഡോക്ടേഴ്സ്, അവർ നിശ്ചിത യോഗ്യതകൾ ഉള്ളവരായിരിക്കണം. ഇപ്പൊ സർക്കാരിൽ ഈ യോഗ്യതാ പരിശോധന നടത്തുന്നത് വാസ്തവത്തിൽ PSC ആണ്. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തി ഈ നിശ്ചിത യോഗ്യതകൾ ഉണ്ടോ, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് PSC ആണ്. നിയമം അനുസരിച്ച് ഏത് സ്ഥാപനമാണോ, ഏത് മാനേജ്മെന്റ് ആണോ ഈ ഡോക്ടറെ അവിടെ നിയമിച്ചിരിക്കുന്നത്, ആ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ് സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്ത് അത് യഥാർത്ഥ സർട്ടിഫിക്കറ്റ് തന്നെ, കോപ്പി കൊടുത്താൽ പോരെ, യഥാർത്ഥ സർട്ടിഫിക്കറ്റ് തന്നെ കണ്ട് യോഗ്യതയുള്ള ആളാണ്, രജിസ്റ്റേർഡ് ആളാണ് എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് അതായത് മാനേജ്മെന്റിന്റെ, ആ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ നിലവിലുള്ള നിയമം അനുസരിച്ച് ഇപ്പോ വ്യാജ ചികിത്സ നൽകി ഒരു വ്യക്തി മരണപ്പെട്ടാൽ, അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ 5 വർഷത്തിലധികം നീളുന്ന തടവും അതോടൊപ്പം തന്നെ പിഴയും ശിക്ഷയായിട്ട് നിയമത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇവിടെ നാം കാണേണ്ടതായിട്ട് ഉള്ളത്, ഇതില് ഈ തരത്തിലുള്ള ഒരു വെരിഫിക്കേഷൻ എല്ലായിടത്തും നടക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്, കഴിഞ്ഞ ദിവസം ഞാൻ IMA തന്നെ മുൻകൈ എടുത്ത് സർക്കാരുമായിട്ട് ചർച്ചയ്ക്ക് വന്നിരുന്നു. നമ്മൾ വർഷങ്ങൾക്ക് മുൻപ് പാസ്സാക്കിയ ഒരു നിയമം പൂർണ്ണമായിട്ട് നമുക്കിവിടെ അത് നടപ്പിലാക്കാനായിട്ട് കഴിയാത്ത തരത്തിലുള്ള ചില സാങ്കേതികമായിട്ട് നിയമപരമായിട്ടുള്ള ഹൈക്കോടതിയിലെ കേസ് നിലനിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട്. അത് തന്നെ 5 വർഷത്തിലധികമായി. അപ്പൊ അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് സർക്കാർ കാണുന്നത്. IMA അതിനോട് പൂർണ്ണമായിട്ട് സഹകരിക്കുന്നുണ്ട്. അപ്പോൾ അത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പൂർണ്ണമായിട്ട് നമുക്ക് സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇതോടൊപ്പം ഒരു വിഷയം കൂടിയുണ്ട്. അത് 2019 ഒരു സംഭവം കൊല്ലത്ത് നടന്നു. അതായത് ഒരു ഗൈനക്കോളജിയുടെ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് വെച്ച് ഒരു ഡോക്ടർ ഒരു യുവതിയെ ഡെലിവറി സമയത്ത്, ആ ഡോക്ടറാണ് ഉണ്ടായിരുന്നത് ഡെലിവറി എടുത്തത്, അപ്പോ ആ യുവതി മരിച്ചുപോയി. പക്ഷെ ഇത് ആ ഒരു കേസ്, ആ ഒരു ഫയല് കഴിഞ്ഞ വർഷം മുന്നിൽ വന്നപ്പോഴാണ് നമുക്ക്, ഞാൻ പറഞ്ഞ PSC ആണ് സർക്കാർ സംവിധാനങ്ങളിൽ പരിശോധിക്കുന്നത്, അതുപോലെ സ്വകാര്യ മാനേജ്മെന്റുകളിൽ അവരത് പരിശോധിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ മെഡിക്കൽ കൗൺസിലിനോട് തിരക്കാം. യഥാർത്ഥ സർട്ടിഫിക്കറ്റ് തന്നെ ആണെന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്.
പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അറിയാൻ നിലവിൽ മാർഗ്ഗമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതായത് ഇത് രജിസ്റ്റർ ചെയ്ത വ്യക്തിയാണോ, ഒരു നമ്പർ വെച്ചാൽ പോലും അത് യഥാർത്ഥ നമ്പർ ആണോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ഒരു ലേമനെ സംബന്ധിച്ചിടത്തോളം അറിയില്ല. അപ്പൊ അതുകൊണ്ട് മെഡിക്കൽ കൗൺസിലിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടു. മെഡിക്കൽ കൗൺസിലിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടത് നമുക്ക് പൊതുസമൂഹത്തിന് ഇത് കാണാൻ കഴിയുന്ന നിലയിൽ ഇത് ഒരു വെബ്സൈറ്റിൽ ഇത് പ്രസിദ്ധീകരിക്കണം. അപ്പൊ അതിന് പല പ്രായോഗികമായിട്ടുള്ള തടസ്സങ്ങളും ചർച്ചയിൽ വന്നു. ഇത് പലരും മിസ്യൂസ് ചെയ്താലോ, ഈ നമ്പർ മിസ്യൂസ് ചെയ്യുക, ഫോട്ടോ, അങ്ങനെ ഒരു വിഷയവും വന്നിരുന്നു. അതായത് ഹസ്ബൻഡിന്റെ ബിരുദം രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ആസ്ഥാനത്ത് ഫോട്ടോ വെച്ചുകൊണ്ട് പേര് മാറ്റി, അങ്ങനെ ഒരു വിഷയം കൂടി വന്നിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് 1 ലക്ഷത്തിലധികം ഡോക്ടേഴ്സാണ് ഉള്ളത്. ആ ഡോക്ടേഴ്സ് രജിസ്റ്റേർഡ് ആയിട്ടുള്ളവരുടെ വിവരങ്ങൾ പൊതുസമൂഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ അത് ആക്സസ് ചെയ്യുന്ന രീതിയിൽ, അപ്പോൾ അത് എല്ലാവർക്കും കാണുന്ന നിലയിലല്ല. ഇപ്പോൾ ഒരു സജഷൻ പല രീതിയിൽ പല നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. QR കോഡ് അത് സ്കാൻ ചെയ്താൽ ആവശ്യമുള്ളവർക്ക് അത് കാണാനായിട്ട് സാധിക്കും. അത് എല്ലാ വിവരങ്ങളും പ്രസിദ്ധപ്പെടുത്താൻ കഴിയില്ല. അത് നമുക്ക് പ്രസിദ്ധപ്പെടുത്താൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് സംബന്ധിച്ച് അത് പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയമാണ്, കുറ്റകരമാണ്, ക്രിമിനൽ കുറ്റമാണ്. പോലീസ് അതിനനുസരിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ നിയമങ്ങൾ അനുസരിച്ച് ഉള്ള എല്ലാവിധമായിട്ടുള്ള നടപടികളും സ്വീകരിക്കും. മിസ്റ്റർ, ഇപ്പോൾ ഈ അശ്വിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു അപരിഹാര്യമായ ഒരു നഷ്ടമാണല്ലോ. അപ്പോൾ സർക്കാർ ഈ കാര്യത്തിൽ എന്ത് തുടർ നടപടിയാണ് സ്വീകരിക്കുക? ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഈ കാര്യത്തിൽ കോട്ടക്കടവിലെ TMH ആശുപത്രി മാനേജ്മെന്റിന്റെ ഭാഗത്തും പിഴവുണ്ടായിട്ടുണ്ട് എന്ന്. എങ്ങനെയാണ് ഡോക്ടർ അശ്വിന് ഈ സംഭവത്തിൽ നീതി ഉറപ്പാക്കുക? അശ്വിൻ എന്നോട് ഇന്നലെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതിന് മനസ്സിനെ വല്ലാതെ സ്പർശിച്ച ഒരു കാര്യമാണ്. കാരണം അശ്വിനും വൈഫും ദൂരെയാണ്, അശ്വിന്റെ അമ്മയും ബ്രദറും ഇവിടെയുണ്ട്. അപ്പം എൻ്റെ അമ്മ സുരക്ഷിതയായിരിക്കണം എന്നുള്ളതാണ്. എൻ്റെ അമ്മയ്ക്ക് ഇനി ഇങ്ങനെ ഉണ്ടാകരുത് എന്നുള്ളതാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ആകുലതയാണല്ലോ, അല്ലെ? ഇവിടെ ഉള്ള ഓരോരുത്തരുടെയും, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അങ്ങനെ ഉണ്ടാകരുത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നിലവിലുള്ള സംവിധാനങ്ങളിൽ നിന്ന് അത് കർശനമായി നടപ്പിലാക്കുന്നതിന് ഒരു കാര്യം കൂടി തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ നിയമങ്ങളിൽ ഇന്നതൊക്കെയാണ്. ഇപ്പൊ ഒരു DMOയ്ക്ക് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം മാത്രമേ പരിശോധന നടത്താൻ കഴിയുള്ളൂ. പക്ഷെ ആ ആക്ട് പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ ഹൈക്കോടതിയിലെ കേസ് മൂലം നമുക്ക് കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പോ അതല്ലാതെയുള്ള പരിശോധന, ആശുപത്രി തുടങ്ങണമെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ ഒരു അനുമതി ആവശ്യമില്ല, പഞ്ചായത്തിന്റെ ഒരു ലൈസൻസും സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഒരു അനുമതിയും, അതോട് അങ്ങനെയുള്ള 2-3 അനുമതികൾ മാത്രം മതിയാവും ഈ ഒരു ആശുപത്രി തുടങ്ങുന്നതിന്. മറ്റ് അനുമതികൾ ആവശ്യമില്ല, ആരോഗ്യവകുപ്പിന്റെ ഒരു അനുവാദം ആവശ്യമില്ല. അപ്പൊ നമുക്കിതൊരു ചെക്ക് ചെയ്യാനുള്ളൊരു സംവിധാനം വാസ്തവത്തിൽ ഇല്ല. ചെക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു പരാതി ഉണ്ടാകുമ്പോൾ. ഇപ്പൊ മെഡിക്കൽ കൗൺസിൽ അനേകം പരാതികൾ വരുമ്പോൾ പരിശോധിക്കുന്നുണ്ട്, എന്നിട്ട് മാനേജ്മെന്റുകൾ തന്നെ ചില സർട്ടിഫിക്കറ്റുകളൊക്കെ കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് മെഡിക്കൽ കൗൺസിൽ അംഗങ്ങളോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ പൊതുസമൂഹത്തിന് ഒരു ഡോക്ടർ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആണോ എന്നറിയുന്നതിന് ഒരു സംവിധാനം ഉണ്ടാവുക എന്നുള്ളതിനൊപ്പം തന്നെ നിലവിലുള്ള നിയമങ്ങൾ വെച്ച് കൂടുതൽ കർശനമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഇനി ചട്ടങ്ങൾ പുതുതായിട്ട് നമ്മൾ രൂപീകരിക്കേണ്ടതുണ്ടോ, നിയമത്തിൽ അമെൻമെന്റ്സ് വരുത്തേണ്ടതായിട്ടുണ്ടോ? ഇപ്പൊ 2021 ഈ സർക്കാരിന്റെ ആദ്യ വർഷമാണ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ട് കേരള നിയമസഭ പാസ്സാക്കിയത്. അപ്പൊ ഇനി ആ നിയമത്തിൽ അല്ലെങ്കിൽ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലൊക്കെ കൂടുതൽ ഭേദഗതികൾ ആവശ്യമുണ്ടോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ നിയമോപദേശം തേടാൻ കൂടി പറഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ സംഘടനകളെ, അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷനുകളെയും IMA അതിലൊരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് നമുക്ക് നടപ്പിലാക്കണം എന്നുള്ളതിൽ ഒരു നല്ല നിലപാടെടുത്തുകൊണ്ടാണ് ഞാൻ അടുത്തിടെ ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ IMAയും അതോടൊപ്പം നമ്മുടെ വിവിധ സംഘടനകളെയും ഡോക്ടേഴ്സിന്റെ ഒക്കെ സംഘടനകളെയും ഒക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ കഴിയും, അതിൽ നിയമ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ നിയമവകുപ്പിൽ നിന്നും ഉള്ളവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതലായിട്ട് കർശനമായ നിലവിലുള്ളതിനേക്കാൾ കുറച്ചുകൂടി സ്ട്രിക്റ്റായ നിയമം ഉണ്ടാക്കുന്നതിനും എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കും. വളരെ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയമാണ്. ആ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. അശ്വിന്റെ അച്ഛന്റെ വിയോഗത്തിൽ, ആ നഷ്ടത്തിൽ നിയമപരമായി സാധ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ആരോഗ്യവകുപ്പിന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് തീർച്ചയായിട്ടും പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മെഡിക്കൽ ബോർഡിന്റെ അന്വേഷണം, അതോടൊപ്പം തന്നെ DMOയോട് ഞാൻ അശ്വിൻ ഇന്നലെ രാവിലെ ഇൻസ്റ്റഗ്രാമിലോ എവിടെയോ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഈ വിഷയം എന്റെ ശ്രദ്ധയിൽ വന്ന് ഞാൻ റിപ്പോർട്ട് തേടിയിരുന്നു. അപ്പോൾ ഈ റിപ്പോർട്ടുകളെല്ലാം ആ കേസിനെ സഹായിക്കും. അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള വെരിഫിക്കേഷൻ പ്രോസസ് അത് കൃത്യമായി നടന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കും.
യഥാർത്ഥ സർട്ടിഫിക്കറ്റുകൾ അവിടെ ഹാജരാക്കിയിരുന്നോ? തീർച്ചയായിട്ടും യഥാർത്ഥ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം എന്നുള്ളതും അത് മാനേജ്മെന്റ് പരിശോധിക്കണം എന്നുള്ളതും വളരെ നിയമപരമായി അത് പാലിക്കപ്പെടേണ്ടതാണ്. അക്കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് പരിശോധിക്കും. ശരി നമുക്ക് ഈ മിനിസ്റ്റർ, പറഞ്ഞോളൂ മിനിസ്റ്റർ, പറഞ്ഞോളൂ. 2024 തന്നെ ഞാൻ പറഞ്ഞ മെഡിക്കൽ കൗൺസിലിന്റെ ഭാഗത്തു നിന്ന് അവരുടെ വെബ്സൈറ്റിൽ ഈ വിവരങ്ങൾ ലഭ്യമാക്കാനായിട്ട് കഴിയും. അത് ഫൈനലാക്കുന്നതിന് മുൻപ് ഒരു ചർച്ച കൂടി എല്ലാവരുമായിട്ടും കൂടി ചെയ്യണം എന്നുള്ളത് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ വർഷം ആരംഭിച്ചൊരു പ്രോസസ്സാണ്. അതിൽ ചില തടസ്സങ്ങൾ നിൽക്കുന്നുണ്ട്. അതായത് റിന്യൂ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിയാത്ത നിലയിൽ ചില തടസ്സങ്ങൾ, സാങ്കേതികമായ തടസ്സങ്ങളാണ്. ഞാൻ മെഡിക്കൽ കൗൺസിൽ ചെയർമാനോടും കഴിഞ്ഞ ദിവസവും സംസാരിച്ചിരുന്നു. അപ്പോൾ ആ തടസ്സങ്ങൾ കൂടി ഒഴിവാക്കി അത് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എനിക്ക് തോന്നുന്നു അതാണ് ഒരു പക്ഷേ ഏറ്റവും പ്രധാനമായി വേണ്ടതെന്നാണ് മിനിസ്റ്റർ. രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ ഒരു പട്ടിക പൊതുജനങ്ങൾക്ക് കൂടി ലഭ്യമാകുന്ന തരത്തിൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ പുറത്തിറക്കുക എന്നുള്ളതാണ്. അത് സർക്കാർ ആ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. അത് എത്രയും വേഗം പൂർത്തിയാകുമെന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുന്നു. വളരെയധികം നന്ദി. ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് നമ്മളോട് സംസാരിക്കുകയായിരുന്നു. ഞാൻ രാമൻകുട്ടി ഡോക്ടറിലേക്ക് പോകണം. ഡോക്ടർ രാമൻകുട്ടി, ഇവിടെ ഇതുപോലെയുള്ള വ്യാജന്മാർ നമുക്കിടയിൽ ഉണ്ടെങ്കിൽ അവരെല്ലാം പുറത്തേക്ക് വരുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഒരു പിഴവ് സംഭവിക്കുമ്പോഴാണ്. അപ്പോൾ മാത്രമാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് അതുവരെ നമ്മൾ ഈ ഡോക്ടറായി കണ്ടിരുന്ന അല്ലെങ്കിൽ ഈ RMO തസ്തികയിലേക്ക് ഇരിക്കുന്ന ആളുകൾ വ്യാജന്മാരായിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇതൊരു ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണല്ലോ. എങ്ങനെയാണ് നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുക? തീർച്ചയായിട്ടും ഗുരുതരമായ സ്ഥിതിവിശേഷമാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഇത് ചെക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മൾ ഉടൻ തന്നെ ഏർപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അത് എങ്ങനെ വേണമെന്നുള്ളത് അധികൃതരാണ് തീരുമാനിക്കേണ്ടത്. ഒരു ഈ പറഞ്ഞ പോലെ ഒരു പബ്ലിക്കായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു പബ്ലിക് ഡൊമൈനിലുള്ള ഒരു വെബ്സൈറ്റിലോ അങ്ങനെ ആർക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു സംവിധാനം. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു ഇമെയിൽ അയച്ചാൽ തിരിച്ച് അത് കൺഫേം ചെയ്ത് അങ്ങനെ ഒരാൾ ലിസ്റ്റിലുണ്ട് എന്ന് പറയാനുള്ള ഒരു സംവിധാനം മെഡിക്കൽ കൗൺസിലിന് ഏർപ്പെടുത്താവുന്നതാണ്. അങ്ങനെ പല ഇതുകളും ഉണ്ട്. പക്ഷേ അതിനോടൊപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇതിന് വഴിവെക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നതെന്നും കൂടി എനിക്ക് തോന്നുന്നു. അതായത് വേറൊന്നുമല്ല, നമ്മുടെ പല പെരിഫറൽ ആശുപത്രികളിലും പ്രൈവറ്റ് ആശുപത്രികളിൽ പ്രത്യേകിച്ച് ചില ജില്ലകളിലൊക്കെ ഈ ജൂനിയർ ലെവലിലുള്ള പോസ്റ്റുകളിൽ, പെരിഫറൽ ലെവലിൽ മാത്രമല്ല സിറ്റികളിൽ പോലും അത് പ്രസക്തമാണ്. ജൂനിയർ ലെവലിലുള്ള പോസ്റ്റുകളിൽ ആളുകളെ കിട്ടാൻ ഇപ്പോൾ പ്രയാസമാണ്. അതിന് പല കാരണങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് പോകാൻ സമയമില്ല. പക്ഷേ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് പലയിടത്തും ഇതുപോലെ ഇങ്ങനെയുള്ള പഠിത്തം പൂർത്തിയാക്കാത്തവരും അതുകൂടാതെ ഇന്ത്യക്ക് വെളിയിൽ പഠിച്ചിട്ട് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഇപ്പോൾ ചൈനയിലും റഷ്യയിലും യുക്രൈനിലും ഒക്കെ പഠിക്കുന്നവർ തിരിച്ചു വന്നാൽ ഇന്ത്യ ഗവൺമെൻറ് ഒരു പരീക്ഷ പാസ്സായാൽ മാത്രമേ അവർക്ക് ഇവിടെ രജിസ്ട്രേഷൻ കൊടുക്കുകയുള്ളൂ. പക്ഷേ ആ പരീക്ഷ പാസ്സാവുന്നതിൻ്റെ ശതമാനം വളരെ കുറവാണ്. ഞാൻ മനസ്സിലാക്കുന്നത് 10-20% അത് പാസ്സാവുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. എനിക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല, കാരണം നേരിട്ടുള്ള അനുഭവമല്ല. പക്ഷേ പലരും പറയുന്നത് അറ്റ്ലീസ്റ്റ് 1-2 കേസെങ്കിലും എനിക്കറിയാം. പരീക്ഷ പാസ്സാവാത്തവർ ഇവിടെ രജിസ്ട്രേഷൻ ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവർ പലപ്പോഴും ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇതിൽ സൂചിപ്പിച്ചതുപോലെ രജിസ്ട്രേഷനുള്ള ഒരാളുടെ പേരായിരിക്കും അവിടെ വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ഇത് പുറത്തു വന്നു, അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇതുപോലെയുള്ള കേസുകളിലാണ് പലപ്പോഴും ഇത് പുറത്തു വരുന്നത്. പക്ഷേ അത് പുറത്തു വരുമ്പോൾ ആ കേസിൽ മാത്രം പ്രോസിക്യൂഷനും അല്ലെങ്കിൽ മറ്റ് നടപടികളും വരും എന്നല്ലാതെ സിസ്റ്റത്തിനെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞ പോലെ അതിനുള്ളൊരു കാര്യമായ ശ്രമം നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്. ഡോക്ടർ ശശിധരൻ, IMAക്ക് എന്താണ് ചെയ്യാൻ കഴിയുക ഈ കാര്യത്തിൽ, ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ? അതിനിടെ ക്ഷമിക്കണം, ഞാൻ തുടക്കത്തിൽ ചർച്ചയുടെ ഭാഗം പെട്ടെന്ന് തുടങ്ങിയതുകൊണ്ടായിരിക്കാം. അശ്വിൻ്റെ കുടുംബത്തിൻ്റെ തീരാവേദനയിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എല്ലാ അനുശോചനങ്ങളും അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. അതോടൊപ്പം ഇത്ര ശക്തമായിട്ട് ഈ ഒരു വിഷയം എടുത്ത് മുമ്പോട്ട് പോകാൻ അശ്വിൻ കാണിച്ച ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ ഇതിൽ നേരത്തെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, സംസ്ഥാന സർക്കാർ വളരെ ഊർജ്ജസ്വലമായിട്ട് ഇതിൻ്റെ പിന്നാലെ പോവുകയും ഇത്തരം കാര്യങ്ങൾ ഇനി തുടർച്ചയായിട്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള പ്രവൃത്തികൾ മുമ്പോട്ട് വച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ തന്നെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തന്നെ മെഡിക്കൽ കൗൺസിലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, നമുക്കിപ്പം നിലവിലുള്ള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ്, അതായത്
മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടും അവർക്ക് പറ്റിയിട്ടില്ലാണ്. അതിൻ്റെ ഈ മാഡം പറഞ്ഞ പോലുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. പ്രൈവസിയുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സീക്രസിയുടെ പ്രശ്നങ്ങൾ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇപ്പോൾ തന്നെ നമുക്കൊരു ആൻറ്റി ക്വാക്കറി കമ്മിറ്റി, അല്ലെങ്കിൽ വ്യാജന്മാരെ കണ്ടെത്താനും വ്യാജ ചികിത്സക്കാരെ കണ്ടെത്താനും അതിനെതിരെ ആക്ട് ചെയ്യാനുള്ളൊരു കമ്മിറ്റി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഓൾറെഡി ഫോം ചെയ്തിട്ട് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. എനിക്കിതിനോടനുബന്ധിച്ച് പറയാനുള്ള വേറൊരു കാര്യം, കേരളത്തിൽ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ 90കളുടെ ആദ്യത്തിൽ കേരളത്തിൽ ആകെ 5 മെഡിക്കൽ കോളേജുകളുണ്ടായിരുന്നു, അതായത് 5 സർക്കാർ മെഡിക്കൽ കോളേജുകൾ. ഇന്നിപ്പോൾ കേരളത്തിൽ 33 മെഡിക്കൽ കോളേജുകളുണ്ട്. അതിൽ 31 മെഡിക്കൽ കോളേജുകളിൽ നിന്നും എല്ലാ വർഷവും പുതിയ പുതിയ MBBS ബിരുദധാരികൾ പുറത്തിറങ്ങുന്നുണ്ട്. 2 കോന്നി, ഇടുക്കിയിൽ 2-3 വർഷമൊക്കെ ആയിട്ടുള്ളൂ MBBS. അതുകൂടാതെ വിദേശത്ത് നിന്ന് മറ്റ് സർവകലാശാലയിൽ നിന്ന് പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളൊക്കെ കൂടി ഒരു വർഷം ഏകദേശം 7000-നടുത്ത് MBBS ബിരുദധാരികൾ കേരളത്തിലെത്തുന്നുണ്ട്. അവരൊക്കെ തന്നെയും മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ കരസ്ഥമാക്കുന്നുണ്ട്. എന്നിട്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കൊണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷമാണ്. കാരണം കേരളത്തിലെ ജനതയുടെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ആരോഗ്യത്തെ എടുത്ത് പന്താടുന്ന, അതിന് ഭീഷണിയായിട്ടാണ് ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത്. കാരണം ഇവർ പറയുന്നത് ഒരു മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തു എന്നുള്ളതാണ്. അതല്ലല്ലോ വേണ്ടത്. നമ്മൾ എവിടെ ഒരു രോഗി ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജോലിക്കെടുക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റുകൾ മുഴുവൻ വെരിഫൈ ചെയ്യുകയും അത് ശരിക്കുള്ളതാണ്, വ്യാജമല്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ട അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയുടെ ബാധ്യതയാണ്. മന്ത്രി സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിൽ PSC ചെയ്യുന്ന ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ഓരോ മാനേജ്മെൻറ്റിനും അതിനുള്ള ബാധ്യതയുണ്ട്. അതല്ലെങ്കിൽ അവർ ചെയ്തിരിക്കുന്ന വീഴ്ചയ്ക്ക് തക്കതായ ശിക്ഷ നൽകേണ്ടതുണ്ട്. ഇതൊരു പാഠമായിരിക്കണം. അത് കൂടാതെ എനിക്ക് തോന്നുന്നു, ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ സ്ഥാപനങ്ങളിലും വെക്കുന്ന ബോർഡുകളിൽ, ഡോക്ടർമാരുടെ ബോർഡുകളിൽ, അവരുടെ പ്രിസ്ക്രിപ്ഷൻ പാഡുകളിൽ, അല്ലെങ്കിൽ ആശുപത്രി മൊത്തത്തിൽ ഇറക്കുന്ന പ്രിസ്ക്രിപ്ഷൻ പാഡിൽ, അല്ലെങ്കിൽ അവിടെ ഇറക്കുന്ന മറ്റ് പരിശോധനാ സംവിധാനത്തിലുള്ള പ്രിസ്ക്രിപ്ഷനുകളിൽ എല്ലാം തന്നെ ഓരോ ഡോക്ടറുടെയും പേരും അവരുടെ രജിസ്ട്രേഷൻ നമ്പർ, അതായത് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ നമ്പർ, കൂടാതെ അവർക്ക് അനുവദനീയമായി വെക്കാൻ പറ്റിയിട്ടുള്ള ഡിഗ്രികൾ മാത്രം പതിപ്പിച്ചിട്ടുള്ള ഒരു സംവിധാനം വരണം. അതൊരു ഓഡിറ്റിംഗ് വഴി കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ മുമ്പോട്ട് വരണം. കാരണം വെച്ചാൽ പീരിയോഡിക്കായിട്ട് ഓഡിറ്റ് ചെയ്താൽ ഏതൊക്കെ ആശുപത്രികൾ, എന്തൊക്കെ സംവിധാനങ്ങളിൽ ഇത്തരം ഡോക്ടർമാർ പ്രവർത്തിക്കുന്നുണ്ട്, അതൊക്കെ വ്യാജമാണോ അല്ലയോ, അല്ലെങ്കിൽ നേരായതാണോ എന്ന് കണ്ടെത്താനുള്ളൊരു സംവിധാനം ഗവൺമെൻറ് തലത്തിൽ വേണം. മെഡിക്കൽ കൗൺസിലും സംസ്ഥാന ഗവൺമെൻറ് യോജിച്ച അത്തരം പ്രവർത്തനത്തിന് മുൻകൈ എടുക്കണം. അതും കൂടാതെ പല ആശുപത്രികളും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മോഡേൺ മെഡിക്കൽ ആശുപത്രികളിൽ നോർത്ത് ഇന്ത്യയിൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ള പോലെ തന്നെ കേരളത്തിലും മറ്റ് ശാഖകളിലെ മെഡിക്കൽ ഓഫീസർമാരെ പോസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള വിവരം കൂടി ലഭ്യമായിട്ട് അതിനെതിരെയും സംഘടന വളരെ ശക്തമായിട്ട് മുമ്പോട്ട് പോകാൻ പോകും. ഏതായാലും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ വ്യാജ ഡോക്ടർമാരുടെ വ്യാജ ചികിത്സയിൽ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഇനി ഉണ്ടാകാതിരിക്കട്ടെ. അതിന് ഏറ്റവും ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് സംസ്ഥാനത്ത് ആരോഗ്യ വകുപ്പാണ്. മന്ത്രി വീണ ജോർജ് ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ തന്നെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ വളരെ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഡോക്ടർമാർ രജിസ്റ്റേർഡ് ഡോക്ടർമാരാണോ എന്ന് പൊതുജനങ്ങൾക്ക് പോലും അറിയാൻ കഴിയുന്ന തരത്തിൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിനോട് അതിൻ്റെ മുഴുവൻ പട്ടികയും പ്രസിദ്ധീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് സാധ്യമാകുന്നതോടുകൂടി ഇത്തരത്തിലുള്ള കള്ളനാണയങ്ങളെ കണ്ടെത്താനും അത് ഇല്ലാതാക്കാനും നമുക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ന്യൂസ് ഈവനിംഗ് ഇവിടെ പൂർത്തിയാവുകയാണ്.